ശുദ്ധീകരണ സ്ഥലം തിരുസഭയുടെ ഒരു കണ്ടുപിടുത്തമല്ല, മറിച്ച് ഈ വിശ്വാസം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലാണ്, വിശുദ്ധ ബൈബിളിലാണ്. ശുദ്ധീകരണ സ്ഥലം എന്ന വാക്ക് ബൈബിൾ ഉപയോഗിക്കുന്നില്ല എങ്കിലും മരണശേഷം ശുദ്ധീകരിക്കപ്പെടേണ്ട കാര്യങ്ങളെക്കുറിച്ച് ബൈബിൾ കൃത്യമായി സൂചന നൽകുന്നുണ്ട്. ശുദ്ധീകരണ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുവാൻ കാരണമാകുന്ന ചില ഈ വചനഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. മക്കബായരുടെ 2-ാം പുസ്തകം 12-ാം അധ്യായം 45-ാം വാക്യം നമ്മളെ പഠിപ്പിക്കുകയാണ്, ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ്. ഇത്രയും പറഞ്ഞിട്ട് വചനം വീണ്ടും പറയുകയാണ്, അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ, അതായത് യൂദാസ് മക്കബെയൂസ്, അവർക്ക് വേണ്ടി പാപ പരിഹാര കർമ്മം അനുഷ്ഠിച്ചു. ഈ വചനം സൂചിപ്പിക്കുന്നത് ക്രിസ്ത്യവിശ്വാസത്തിൽ മാത്രമല്ല, മറിച്ച് യഹൂദരും ഈ മരണശേഷമുള്ള ശുദ്ധീകരണത്തിൽ വിശ്വസിക്കുന്നവരാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മരണശേഷവും അവരെ സഹായിക്കും എന്ന് ചുരുക്കം. പലപ്പോഴും ശുദ്ധീകരണ സ്ഥലത്തെ ന്യായീകരിക്കുന്നവർ അപ്പോക്രിഫ പുസ്തകങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അപ്പോക്രിഫ പുസ്തകങ്ങൾക്ക് ആധികാരികത ഇല്ല എങ്കിൽ അവയിൽ ആശ്രയിച്ചു നിൽക്കുന്ന ഉപദേശങ്ങൾക്കും ആധികാരികത ഇല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടി വരും. സത്യത്തിൽ യഹൂദരോ യേശുവോ അപ്പസ്തോലന്മാരോ ആദിമ സഭാപിതാക്കന്മാരോ ആദിമ സഭയോ അപ്പോക്രിഫ പുസ്തകങ്ങളെ ദൈവവചനമായി അംഗീകരിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ അവയുടെ ചരിത്രം നമുക്ക് വ്യക്തമായിട്ട് പരിശോധിക്കാം. അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് തന്നെ വ്യക്തമാകും. റോമൻ കത്തോലിക്കരല്ലാത്ത ക്രിസ്തുമതക്കാർ പൊതുവെ അംഗീകരിക്കാത്ത ചില പുസ്തകങ്ങൾ റോമൻ കത്തോലിക്കരുടെ ബൈബിളിലുണ്ട്. ആ പുസ്തകങ്ങൾ അപ്പോക്രിഫ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോക്രിഫ എന്ന വാക്കിൻ്റെ അർത്ഥം നിഗൂഢമായത്, അംഗീകരിക്കപ്പെടാത്തത് എന്നൊക്കെയാണ്. പഴയ ഉടമ്പടിക്കും പുതിയ ഉടമ്പടിക്കും ഇടയിലുള്ള കാലഘട്ടത്തിൽ യഹൂദ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ചില പുസ്തകങ്ങളാണ് അപ്പോക്രിഫ. അവ യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് തന്നെ അവയ്ക്ക് വേണ്ടത്ര അംഗീകാരം ഇല്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. ഈ അപ്പോക്രിഫ പുസ്തകങ്ങൾ 1546 ട്രെൻഡ് കൗൺസിലിൽ വെച്ചാണ് റോമൻ കത്തോലിക്ക മതക്കാരുടെ ബൈബിളിലേക്ക് ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാനാവാത്ത ഒരു നടപടിയാണ് വാസ്തവത്തിൽ. കാരണം ദൈവം തൻ്റെ വചനം ഒളിച്ചു വയ്ക്കുകയില്ല. ദൈവം ദൈവനിവേശിതമായി പല പുസ്തകങ്ങളും നൽകുകയും അതിനുശേഷം അനേക നൂറ്റാണ്ട് കാലങ്ങളിലേക്ക് അവ ദൈവനിവേശിതമല്ല എന്ന ധാരണ ദൈവജനത്തിന് നൽകുകയും ചെയ്യുകയില്ല. എന്നാൽ ഈ രീതിയിലുള്ള ദൈവവിരുദ്ധമായ ചിന്താഗതിയാണ് വാസ്തവത്തിൽ റോമൻ കത്തോലിക്ക മതം അപ്പോക്രിഫ പുസ്തകങ്ങളെ സംബന്ധിച്ച് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ കത്തോലിക്ക സഭ അംഗീകരിക്കുന്ന പഴയ നിയമ അപ്പോക്രിഫ പുസ്തകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അലക്സാൻഡ്രിയൻ ലിസ്റ്റ് പ്രകാരമുള്ള 15 പുസ്തകങ്ങൾ അപ്പോക്രിഫ എന്ന് പൊതുവെ അറിയപ്പെടുന്നുണ്ട്. അവയിൽ 12 എണ്ണത്തെ റോമൻ കത്തോലിക്ക സഭക്കാർ ദൈവവചനത്തിൻ്റെ ആധികാരികത കൊടുത്ത് അംഗീകരിക്കുന്നു. അപ്പോൾ ആ 15 പുസ്തകങ്ങളിൽ റോമൻ കത്തോലിക്ക സഭക്കാർ അംഗീകരിക്കാത്ത ചിലതുണ്ട്. അവ 1-2 എസ്ദ്രാസ്, മനാസയുടെ പ്രാർത്ഥന എന്നിവയാണ്. ശേഷിക്കുന്ന 12 പുസ്തകങ്ങൾ റോമൻ കത്തോലിക്ക സഭക്കാർ തങ്ങളുടെ ബൈബിളിലെ പഴയ ഉടമ്പടി ഗ്രന്ഥഭാഗങ്ങളിൽ ഇടകലർത്തി വച്ചിരിക്കുകയാണ്. ഈ അപ്പോക്രിഫ പുസ്തകങ്ങൾ 1546 ട്രെൻഡ് കൗൺസിലിൽ വെച്ചാണ് റോമൻ കത്തോലിക്ക സഭയുടെ ബൈബിളിലേക്ക് ചേർക്കപ്പെട്ടത്. അതിനു മുമ്പും അവയെല്ലാം അപ്പോക്രിഫ എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. എങ്കിലും റോമൻ കത്തോലിക്ക ബൈബിളിൻ്റെ ഭാഗമായിരുന്നില്ല അവ ഒരിക്കലും. ഈ 12 എണ്ണം ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അവയിൽ 7 പുസ്തകങ്ങളാണുള്ളത്, 5 പുസ്തക ഭാഗങ്ങളും. അപ്പോൾ ആ 7 പുസ്തകങ്ങൾ എന്ന് പറയുന്നത് തോബിത്ത്, യൂദിത്ത്, 1 മക്കബായർ, 2 മക്കബായർ, ജ്ഞാനം, പ്രഭാഷകൻ, ബാറൂഖ്. അപ്പോൾ ഈ 7 പുസ്തകങ്ങളെ കൂടാതെ 5 പുസ്തക ഭാഗങ്ങൾ കൂടെയുണ്ട്. അപ്പോൾ ആ 5 പുസ്തക ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ബാറൂക്കിൻ്റെ 6-ാം അധ്യായമായി തീർന്ന ജെറമിയായുടെ കത്ത്,
എസ്തറിനോട് ചേർക്കപ്പെട്ട 107 വാക്യങ്ങൾ, പിന്നെ ദാനിയേൽ 3-ാം അധ്യായത്തിൻ്റെ ഭാഗമായി തീർന്ന അസറിയായുടെ പ്രാർത്ഥനയും 3 ചെറുപ്പക്കാരുടെ പാട്ടും, 4-ാമതായിട്ട് ദാനിയേലിൻ്റെ 13-ാം അധ്യായമായിട്ട് തീർന്ന സുസന്ന, 5-ാമത്തേത് ദാനിയേൽ 14 ആയി തീർന്ന ബേലും വ്യാളവും. അപ്പോൾ ഇതൊക്കെയാണ് വാസ്തവത്തിൽ കത്തോലിക്കാ സഭ അപ്പോക്രിഫ എന്ന പേരിൽ അവരുടെ ബൈബിളിലേക്ക് പിന്നീട് 1546 ചേർത്ത അപ്പോക്രിഫ പുസ്തകങ്ങൾ. എന്നാൽ ഈ അപ്പോക്രിഫ പുസ്തകങ്ങൾ ദൈവവചനമല്ലാത്തതിൻ്റെ കാരണങ്ങളാണ് നാം പരിശോധിക്കേണ്ടത്. ദൈവം വാസ്തവമായിട്ടും ദൈവവചനമെന്ന നിലയിൽ നമുക്ക് തന്നതാണോ അല്ലയോ എന്ന് നമുക്ക് തന്നെ തീരുമാനമെടുക്കുവാൻ സഹായിക്കുന്ന ചില കാരണങ്ങളാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഒന്നാമതായി, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നൽകപ്പെട്ടിരിക്കുന്നത് യഹൂദർക്കാണ്. ദൈവവചനം സംബന്ധിച്ച് ഇസ്രായേലിനാണ് മുഖ്യസ്ഥാനം. ദൈവം തൻ്റെ ചിന്തകളും നിയമങ്ങളും ഇസ്രായേലിന് വെളിപ്പെടുത്തിയതുപോലെ മറ്റൊരു ജനസമൂഹത്തിനും ജാതിക്കും വെളിപ്പെടുത്തിയിട്ടില്ല. അവിടുന്ന് യാക്കോബിന് തൻ്റെ കൽപ്പനയും ഇസ്രായേലിന് തൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു. മറ്റൊരു ജനതയ്ക്ക് വേണ്ടിയും അവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല. അവിടുത്തെ പ്രമാണങ്ങൾ അവർക്ക് അജ്ഞാതമാണ്. കർത്താവിനെ സ്തുതിക്കുവിൻ. ഇത് സങ്കീർത്തനം 147 ചില ഭാഗങ്ങളാണ്. പിന്നീട് റോമാലേഖനം 3-ാം അധ്യായത്തിലും നാം ഇതോട് തത്തുല്യമായിട്ടുള്ള പ്രസ്താവനകൾ കാണുന്നുണ്ട്. അവിടെ പറയുന്നു, അങ്ങനെയെങ്കിൽ യഹൂദന് കൂടുതലായി എന്ത് മേന്മയാണുള്ളത്? പല വിധത്തിലും വളരെ പ്രയോജനമുണ്ട്. ഒന്നാമത്, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഫലമേൽപ്പിച്ചത് യഹൂദരെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം, പഴയ നിയമമാകട്ടെ പുതിയ നിയമമാകട്ടെ, അത് യഹൂദർ, ഇസ്രായേൽ എന്നുള്ള ഒരു ജനവിഭാഗത്തിനാണ് നൽകപ്പെട്ടത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരുവാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അപ്പോൾ ബൈബിൾ യേശുവിലേക്കുള്ള ചൂണ്ടുപലകയാണെന്ന് യേശു തന്നെ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. വിശുദ്ധ ലിഖിതങ്ങൾ എന്നുള്ളത് കൊണ്ട് യേശു അർത്ഥമാക്കിയത് ദൈവത്തിൻ്റെ അരുളപ്പാട് അടങ്ങിയ യഹൂദ ഗ്രന്ഥങ്ങളാണ്. പഴയ ഉടമ്പടി ഗ്രന്ഥങ്ങളെയാണ് യേശു ഇവിടെ പരാമർശിക്കുന്നത്. അതിനാൽ പഴയ ഉടമ്പടി ഗ്രന്ഥങ്ങൾ യേശു എന്ന വ്യക്തിക്കും യേശുവിൻ്റെ പ്രവർത്തനങ്ങൾക്കുമുള്ള മുന്നോടിയാണ്. പഴയ ഉടമ്പടി ഗ്രന്ഥങ്ങൾ യേശു എന്ന വ്യക്തിയുടെ പ്രവാചകൻ, പുരോഹിതൻ, രാജാവ് എന്നീ ദൗത്യവശങ്ങളെ മുന്നേ കൂട്ടി വെളിവാക്കുകയാണ് ചെയ്യുന്നത്. പഴയ ഉടമ്പടി ഗ്രന്ഥങ്ങൾ യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ പ്രവചനങ്ങളിലൂടെയും പ്രതിരൂപങ്ങളിലൂടെയും മുന്നേ കൂട്ടി വെളിവാക്കുന്നു. യഹൂദർ വിശുദ്ധ ലിഖിതങ്ങൾ എന്ന ആധികാരികത കൊടുത്തിരുന്നത് മോശ മുതൽ മലാഖി വരെയുള്ള ഹീബ്രു പ്രവാചക ഗ്രന്ഥങ്ങൾക്ക് മാത്രമാണ്. പഴയ നിയമത്തിലെ അവസാനത്തെ ഗ്രന്ഥത്തിൽ യേശുവിന് മുന്നോടിയായി വരാൻ പോകുന്ന സ്നാപക യോഹന്നാനെ പറ്റി പറഞ്ഞിരിക്കുന്നു. മലാഖി 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലാണ് നാം അവ കാണുന്നത്. പിന്നീട് അപ്പോക്രിഫ എഴുതപ്പെട്ട BC 300 മുതൽ BC 30 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു യഹൂദ പ്രവാചകനും ജീവിച്ചിരുന്നിട്ടില്ല. അങ്ങനെ ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകരില്ലാതിരുന്ന യഹൂദ ചരിത്രത്തിലെ ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് വാസ്തവത്തിൽ അപ്പോക്രിഫ പുസ്തകങ്ങൾ എഴുതപ്പെട്ടത്. ഹഗായി, സഖറിയ, മലാഖി എന്നീ പ്രവാചകന്മാർക്ക് ശേഷം പരിശുദ്ധാത്മാവ് ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി എന്ന് തൽമൂദ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോക്രിഫ എഴുതപ്പെട്ടത് BC 200 ശേഷമാണ്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, യഹൂദർ അപ്പോക്രിഫ പുസ്തകങ്ങളെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. പഴയ ഉടമ്പടി പുസ്തകങ്ങളുടെ ആധികാരികത നിർണ്ണയിക്കാൻ ഏറ്റവും നന്നായി സാധിക്കുന്നത് യഹൂദർക്ക് തന്നെയാണ്. യഹൂദർ ഒരിക്കലും അപ്പോക്രിഫയെ അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗമായി അംഗീകരിച്ചിട്ടില്ല. യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥത്തിലെ
അതായത് ഹീബ്രു പഴയ ഉടമ്പടിയിലെ പുസ്തകങ്ങൾ ഏതൊക്കെയാണ് എന്നതിൻ്റെ അന്തിമമായ തീരുമാനം ക്രിസ്തുവിന് 400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പൂർത്തിയായതാണ് എന്നുള്ളതാണ് സത്യം. അതാണ് പലരും ഇന്ന് മനസ്സിലാക്കാത്തത്. യഹൂദന്മാരുടെ ഗ്രന്ഥം, വിശുദ്ധ ഗ്രന്ഥം ക്രിസ്തുവിന് 400 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പൂർത്തിയായിട്ടുള്ളതാണ്. ആ ക്യാനൻ ഈസ് കംപ്ലീറ്റ്. ആ തീരുമാനവുമായി റോമൻ കത്തോലിക്ക സഭയ്ക്ക് യാതൊരു ബന്ധവുമില്ല. അതിനാൽ പഴയ ഉടമ്പടി ഗ്രന്ഥങ്ങൾ ഏതൊക്കെ എന്ന വിഷയത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കുവാൻ കത്തോലിക്ക സഭയ്ക്ക് വാസ്തവത്തിൽ അർഹതയില്ല. അതിനാൽ അപ്പോക്രിഫയെ ബൈബിളിൻ്റെ ഭാഗമാക്കുക എന്ന റോമൻ കത്തോലിക്ക സഭയുടെ നിലപാട് അനധികൃതമാണ്. മൂന്നാമതായിട്ടുള്ള പരിശോധിക്കേണ്ടതായ കാര്യം, പഴയ നിയമഗ്രന്ഥങ്ങൾ എഴുതിയ യഹൂദരും പഴയ നിയമഗ്രന്ഥങ്ങളുടെ പൊരുളായ യേശുവും അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ ദൈവവചനമാണെന്ന് അംഗീകരിക്കുന്നില്ല. യേശുവിൻ്റെ ഈ സാക്ഷ്യം മനഃപൂർവ്വം അംഗീകരിക്കാത്തവർക്ക് യേശുവിൽ വിശ്വസിക്കാനാവില്ല. നാലാമത്തെ കാര്യം, യേശുവും അപ്പോസ്തലന്മാരും അപ്പോക്രിഫ പുസ്തകങ്ങളെ അംഗീകരിക്കുന്നില്ല. യേശുവും പുതിയ നിയമ ഗ്രന്ഥകാരന്മാരും പഴയ നിയമഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുകയും അവയെപ്പറ്റി പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അപ്പോക്രിഫ പുസ്തകങ്ങൾക്ക് അത്തരം യാതൊരു പ്രാധാന്യവും അവർ കൊടുക്കുന്നില്ല. ആധികാരികമായത് ഏത് എന്ന് തീരുമാനിക്കുന്നതിൽ കേന്ദ്രസ്ഥാനം നാം കൊടുക്കേണ്ടത് യേശുവിന് തന്നെയാണ്. നിയമവും പ്രവാചകന്മാരും എന്ന് യേശു പറഞ്ഞത് മോശ മുതൽ യേശു വരെ എഴുതപ്പെട്ട ദൈവിക വെളിപ്പാടിനെയാണ്. അവയിൽ അപ്പോക്രിഫ പുസ്തകങ്ങൾ ഉൾപ്പെടുന്നില്ല. ക്രിസ്തു ഉപയോഗിച്ചത് യഹൂദന്മാരുടെ ബൈബിളായിരുന്നു. ഇന്നും യഹൂദർ ഉപയോഗിക്കുന്നത് അതേ ബൈബിൾ തന്നെയാണ്. അതിൽ അപ്പോക്രിഫ പുസ്തകങ്ങളില്ല. യേശു ആ യഹൂദ ബൈബിളിനെ മാത്രമാണ് വിശുദ്ധ ലിഖിതങ്ങളെന്ന് വിളിച്ചത്. അതിനാൽ അപ്പോക്രിഫ പുസ്തകങ്ങൾ വിശുദ്ധ ലിഖിതമോ ദൈവവചനമോ അല്ല എന്ന് അവയെ സംബന്ധിച്ച യേശുവിൻ്റെ സമീപനത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോക്രിഫ ദൈവവചനമായി ബൈബിളിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നുവെങ്കിൽ യേശു അത് പറയുമായിരുന്നു. അപ്പോക്രിഫയെപ്പറ്റി യേശുവും അപ്പോസ്തലന്മാരും നന്നായി അറിഞ്ഞിരുന്നുവെങ്കിലും അവർ അതിൻ്റെ ആവശ്യകതയെപ്പറ്റി പുതിയ നിയമത്തിൽ സൂചിപ്പിക്കുകയോ അവയിൽ നിന്ന് ഉദ്ധരിക്കുകയോ ചെയ്തിട്ടില്ല. അതിൻ്റെ അർത്ഥം അവർ അവയെ ദൈവവചനമായി അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ അപ്പോക്രിഫ ബൈബിളിൻ്റെ ഭാഗമല്ല എന്ന് ക്രിസ്തുവും അപ്പോസ്തലന്മാരും നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അതിനാൽ അപ്പോക്രിഫയെ ദൈവവചനമെന്ന രൂപേണ ബൈബിളിൽ ഉൾപ്പെടുത്തുന്നത് ക്രിസ്തുവിരുദ്ധമായ ഒരു കാഴ്ചപ്പാടാണ്, ഒരു കാര്യമാണ്. അഞ്ചാമതായി, നമുക്ക് അപ്പോക്രിഫയുടെ ആവശ്യമില്ല. അപ്പോക്രിഫ ഇല്ലാതെ തന്നെ ബൈബിളിൽ ദൈവവചനവും ദൈവിക വെളിപ്പാടും പൂർണ്ണമാകുന്നു. ദൈവവചനമായ ബൈബിൾ എന്നേക്കും പരിപൂർണമാണ്. അത് മനുഷ്യൻ മെച്ചപ്പെടുത്തേണ്ട ആവശ്യമില്ല, മെച്ചപ്പെടുത്തുവാൻ സാധ്യവുമല്ല. ക്രിസ്തു അപ്പോസ്തലന്മാർക്ക് മുഴുവൻ സത്യവും വാഗ്ദാനം ചെയ്തതാണ്. ബൈബിളിലെ പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർക്ക് ലഭിച്ചതായി നാം കാണുന്ന വെളിപ്പാടും സത്യവും എന്താണോ അത് അതിൽ തന്നെ പൂർണ്ണമാണ്. ബൈബിളിലെ വെളിപ്പാട് പൂർണ്ണമാകുന്നത് യേശുക്രിസ്തു എന്ന വ്യക്തിയിലാണ്, അല്ലാതെ ദൈവശാസ്ത്ര തത്വസംഹിതകളിലോ പുസ്തകങ്ങളിലോ മറ്റു ചില മനുഷ്യരുടെ തീരുമാനങ്ങളിലോ ഒന്നുമല്ല. ആറാമതായി നാം പറയേണ്ട കാര്യം, അപ്പോക്രിഫയിൽ ദൈവവചന വിരുദ്ധമായ പ്രബോധനങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അത്തരം ദൈവവചന വിരുദ്ധങ്ങളായ പ്രബോധനങ്ങളിൽ ചിലത് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അത് നമ്മൾ 2 മക്കബായർ 12-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. പിന്നെ സൽപ്രവർത്തികൾ വഴിയായുള്ള രക്ഷ, അത് തോബിത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അപ്പോൾ സൽപ്രവർത്തികളിൽ കൂടിയാണോ രക്ഷ? രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്, അല്ലാതെ മനുഷ്യൻ്റെ സൽപ്രവർത്തികളിൽ കൂടി രക്ഷ പ്രാപിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. രക്ഷ അനുഭവമാക്കിയ വിശ്വാസികൾ സൽപ്രവർത്തികൾ ആത്മാവിൻ്റെ ഫലമായിട്ട് അവരുടെ ജീവിതത്തിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ അതിനെ എടുക്കേണ്ടത്. അപ്പോൾ
അപ്പോക്രിഫാ പുസ്തകങ്ങളിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, സൽപ്രവർത്തികൾ വഴിയായുള്ള രക്ഷ എന്നൊക്കെ ഉള്ള ഉപദേശങ്ങളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ബൈബിൾ അവയെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ദൈവവചനത്തിൻ്റെ ആധികാരികതയുണ്ട് എന്ന് എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ബൈബിളിലെ പുസ്തകങ്ങൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് എതിരാണ് എന്ന് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിലും ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിലും 2 ശമൂവേൽ 12-ാം അധ്യായത്തിലും നമുക്ക് വെളിപ്പെട്ടു വരുന്ന കാര്യമാണ്. അവ സൽപ്രവർത്തികൾ വഴി രക്ഷ പ്രാപിക്കും എന്ന ഉപദേശത്തിനുമെതിരാണ്. അത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലും റോമാലേഖനം 4-ാം അധ്യായത്തിലും ഗലാത്യലേഖനം 3-ാം അധ്യായത്തിലും വളരെ വ്യക്തമായിട്ട് ദൈവവചനമായി നമുക്ക് വെളിപ്പെട്ട് നൽകിയിട്ടുള്ള കാര്യമാണ്. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ് രക്ഷ സാധ്യമാകുന്നത്. രക്ഷ പ്രാപിച്ച, രക്ഷിക്കപ്പെട്ട, രക്ഷ അനുഭവമാക്കിയ ആളുകൾ അവരുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ സൽഫലങ്ങൾ സൽപ്രവർത്തികളായിട്ട് പുറപ്പെടുവിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. അല്ലാതെ സൽപ്രവർത്തികൾ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് കാരണമായി തീരുന്നില്ല എന്നുള്ളതാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. അതിനാൽ ബൈബിളും അപ്പോക്രിഫയും പരസ്പര വിരുദ്ധങ്ങളാണ് എന്ന് വ്യക്തമാകുന്നു. പരസ്പര വിരുദ്ധങ്ങളായ 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തീർച്ചയായും തെറ്റാണ്. അതിനാൽ അപ്പോക്രിഫ ദൈവവചനമല്ല എന്ന് തെളിയുന്നു. 7-ാമതായിട്ട് നമ്മൾ കാണുന്ന കാര്യം, അപ്പോക്രിഫയിൽ സാങ്കല്പികവും വിചിത്രവുമായ കഥകൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അപ്പോക്രിഫയിൽ വിചിത്രമായ ഐതിഹ്യങ്ങളും ബൈബിളുമായി വൈരുദ്ധ്യങ്ങളുള്ള പ്രബോധനങ്ങളും കാണുന്നു. ഉദാഹരണമായി ശുദ്ധീകരണ സ്ഥലം, തോബിത്ത് 4-ാം അധ്യായം 12-ാം അധ്യായം, പിന്നെ ബേലും വ്യാളവും ദാനിയേൽ 14-ാം അധ്യായത്തിൽ. അപ്പോൾ ഇതെല്ലാം ബൈബിളിൻ്റെ പൊതുവേയുള്ള ശൈലിയുമായി യോജിച്ചു പോകാത്തതും ഉപദേശങ്ങളുമായി പൊരുത്തപ്പെടാത്തതുമാണ് എന്ന് വളരെ വ്യക്തമാണ്. 8-ാമതായി അപ്പോക്രിഫയിലെ പ്രബോധനങ്ങൾ പലതും ബൈബിളിൻ്റെ ഉന്നത ധാർമ്മിക നിലവാരം പുലർത്തുന്നവയല്ല. ഉദാഹരണമായി കാപട്യം കാണിക്കുവാൻ ദൈവം യൂദിത്തിനെ സഹായിക്കുന്നതായി യൂദിത്ത് 9, 10, 11 അധ്യായങ്ങളിൽ നാം കാണുന്നു. 2 മക്കബായർ 14-ാം അധ്യായത്തിൽ ആത്മഹത്യ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. 9-ാമത്തെ കാര്യം, പ്രവാചക കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതല്ല എന്ന് സ്വയം സമ്മതിക്കുന്നുവെന്നുള്ളതാണ്. 1 മക്കബായർ 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇത് കാണുന്നുണ്ട്. തൻ്റെ പുസ്തകം കാര്യമാത്ര പ്രസക്തമാണോ, അവിദഗ്ധമാണോ, ഇടത്തരമാണോ എന്നീ സംശയങ്ങൾ ഗ്രന്ഥകാരൻ പോലും അംഗീകരിക്കുന്നതിൽ നിന്നും ഗ്രന്ഥത്തിൻ്റെ ആധികാരികതയുടെ കുറവ് വളരെ വ്യക്തമാകുന്നു. അത് നമ്മൾ കാണുന്നത് 2 മക്കബായർ 2-ാം അധ്യായത്തിലും 15-ാം അധ്യായത്തിലും ഇത്തരത്തിലുള്ള ആശയങ്ങൾ നാം കാണുന്നു. ജ്ഞാനവും പ്രഭാഷകനും സന്ദർഭോചിതമായി കാര്യം നേടാൻ യോജിക്കുന്ന തരത്തിലുള്ള ധാർമ്മികതയെ പ്രേരിപ്പിക്കുന്നതായും നാം കാണുന്നു. 10-ാമതായി ആധികാരികമായ ദൈവവചനം നിറവേറ്റേണ്ട ചില മാനദണ്ഡങ്ങൾ നിറവേറ്റുവാൻ അപ്പോക്രിഫ പുസ്തകങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരു പുസ്തകത്തെ ദൈവവചനമെന്ന സ്ഥാനം കൊടുത്ത് അംഗീകരിക്കുന്നതിന് മുമ്പ് അതിനെ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധനാ വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അവയിൽ ചില മാനദണ്ഡങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ദൈവത്തിൻ്റെ പ്രവാചകനാൽ അവ എഴുതപ്പെട്ടതാണോ? ദൈവത്തിൻ്റെ അതിസ്വാഭാവികമായ അത്ഭുത പ്രവൃത്തി കൊണ്ട് ഗ്രന്ഥകാരനെ ദൈവം അംഗീകരിച്ചതായി കാണുന്നുണ്ടോ? ദൈവത്തെയും മനുഷ്യനെയും പറ്റി അവയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ബൈബിളിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സത്യങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടോ? ദൈവജനത്തിൻ്റെ തുടർച്ചയായതും സാർവത്രികവുമായ സ്വീകാര്യത അവർക്കുണ്ടായിരുന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഈ മാനദണ്ഡങ്ങൾ നിറവേറ്റുവാൻ അപ്പോക്രിഫ പുസ്തകങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനാൽ അപ്പോക്രിഫ ദൈവവചനമല്ല. 11-ാമത്തെ കാരണം, BC 20 മുതൽ AD 40 വരെയുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന യഹൂദ തത്വചിന്തകനായ ഫീലോ തൻ്റെ എഴുത്തുകളിൽ പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ നിന്നും ധാരാളം ഉദ്ധരിക്കുന്നുണ്ടെങ്കിലും ആ രീതിയിൽ അപ്പോക്രിഫ പുസ്തകങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നില്ല.
12-ാമത്തെ കാര്യം, യേശുവിൻ്റെ സമകാലികനും സുപ്രസിദ്ധ പണ്ഡിതനും യഹൂദ ചരിത്രകാരനുമായ ജോസിഫസ് അപ്പോക്രിഫ പുസ്തകങ്ങളെ അംഗീകരിക്കുകയോ അവയിൽ നിന്ന് ഉദ്ധരിക്കുകയോ ചെയ്യുന്നില്ല. 13-ാമത്തെ കാരണം, AD 90 നടന്ന ജാമ്യ കൗൺസിലിലെ യഹൂദ പണ്ഡിതർ അപ്പോക്രിഫ പുസ്തകങ്ങളെ ദൈവനിവേശിതമാണ് എന്ന് അംഗീകരിച്ചില്ല. അവർ അന്ന് ദൈവനിവേശിതമാണെന്ന് അംഗീകരിച്ച പുസ്തകങ്ങൾ പലസ്തീനിയൻ ക്യാനൻ എന്നറിയപ്പെടുന്നു. അതിൽ അപ്പോക്രിഫ പുസ്തകങ്ങളില്ല. 14-ാമത്തെ കാരണം, ഒറിജൻ, തെർത്തുല്യൻ, അത്തനാസ്യൂസ്, ജെറോം എന്നീ ആദിമ നൂറ്റാണ്ടിലെ പ്രമുഖരും അപ്പോക്രിഫയെ പഴയ ഉടമ്പടി ഗ്രന്ഥത്തിൻ്റെ ഭാഗമായി അംഗീകരിച്ചിട്ടില്ല. 15-ാമത്തെ കാരണം, ആദിമസഭ അപ്പോക്രിഫ പുസ്തകങ്ങളെ ദൈവനിവേശിതമായി അംഗീകരിച്ചിട്ടില്ല. 16-ാമത്തെ കാരണം, റോമൻ കത്തോലിക്ക സഭ AD 1546 വരെ അപ്പോക്രിഫ പുസ്തകങ്ങളെ ബൈബിളിൻ്റെ ഭാഗമായി അംഗീകരിച്ചിരുന്നില്ല. റോമൻ കത്തോലിക്ക മതക്കാർ അപ്പോക്രിഫ പുസ്തകങ്ങളെ ദൈവനിവേശിതമെന്ന ലേബൽ കൊടുത്ത് അംഗീകരിച്ചത് 1546 മാത്രമാണ്. 1546 വരെയുള്ള അനേക നൂറ്റാണ്ട് കാലം പേപ്പസിക്ക് പോലും ഈ അപ്പോക്രിഫ അവരുടെ ബൈബിളിൻ്റെ ഭാഗമാകണമെന്ന് തോന്നിയില്ല. നവീകരണ കാലഘട്ടത്തിൽ മരിച്ചവരോടുള്ള പ്രാർത്ഥനയെ ലൂഥർ എതിർത്തപ്പോൾ ആശയപരമായ എതിർപ്പുകളെ വിദഗ്ധമായി നേരിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കത്തോലിക്കരുടെ ട്രെൻറ്റ് കൗൺസിൽ 1546 അപ്പോക്രിഫ പുസ്തകങ്ങളെ ബൈബിളിൻ്റെ ഭാഗമാക്കി തീർത്തത്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ബൈബിൾ വിരുദ്ധമാണ് എന്ന ലൂഥറിൻ്റെ വാദത്തെ എതിരിടാൻ വേണ്ടി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ അനുകൂലിക്കുന്ന പുസ്തകങ്ങളെ ബൈബിളിൻ്റെ ഭാഗമാക്കി തീർത്തു എന്നുള്ളതാണ് സത്യം. എന്നാൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ എതിർത്ത എദ്രാസ് പുസ്തകങ്ങൾ അവർ ഒഴിവാക്കുകയും ചെയ്തു. ഇതിൽ നിന്നും അപ്പോക്രിഫയെ അംഗീകരിക്കുവാൻ റോമൻ കത്തോലിക്ക മതത്തെ പ്രേരിപ്പിക്കുന്ന ഘടകം സത്യത്തോടുള്ള ആദരവല്ല, മറിച്ച് സ്ഥാപിത താല്പര്യങ്ങളാണ് എന്ന് വ്യക്തമാകുന്നു. ചരിത്രത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോക്രിഫയെ അംഗീകരിക്കാത്തവരെ റോമൻ കത്തോലിക്ക മതം അംഗീകരിക്കുന്നില്ല എന്ന് ട്രെൻറ്റ് കൗൺസിൽ, 1-ാം വത്തിക്കാൻ കൗൺസിൽ, 2-ാം വത്തിക്കാൻ കൗൺസിൽ എന്നിവ വ്യക്തമാക്കുന്നു. ഇതിൽ നിന്നും അപ്പോക്രിഫയെ അംഗീകരിക്കുന്നത് സത്യത്തെ എതിർക്കുന്നതിന് തുല്യമാണ് എന്ന് വ്യക്തമാകുന്നു. ഇക്കാരണത്താൽ യേശുവിൻ്റെ കാലത്ത് ഹീബ്രു പഴയ ഉടമ്പടിയിൽ ഉണ്ടായിരുന്ന 39 പുസ്തകങ്ങളെയും പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളെയും മാത്രമാണ് ഇന്ന് ക്രിസ്ത്യാനികൾ ദൈവവചനമായി അംഗീകരിക്കുന്നത്.